നമസ്കാരം. അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം 2021 ഓഗസ്റ്റ് 15-നാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുക്കുവാൻ കാബൂളിനടുത്ത് എത്തിയത്. ഇതേ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ്റെ പ്രസിഡന്റ് അഷ്റഫ് ഗനി രാജ്യം വിട്ട് പലായനം ചെയ്തു. വൈസ് പ്രസിഡന്റായ അമ്രുല്ല സാലിഹ് സ്വയം രാജ്യത്തിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. താലിബാനെതിരെയുള്ള പോരാട്ടത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ സാലിഹും 2 മുതിർന്ന മുൻ അഫ്ഗാൻ സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു പെൻറ്റഗൺ കൺസൾട്ടൻറ്റും സെപ്റ്റംബർ 6-ന് താജിക്കിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. ഇതോടെ അഫ്ഗാനിസ്ഥാൻ പൂർണ്ണമായും താലിബാന് കീഴിലായി. താലിബാൻ മുന്നേറ്റത്തിന് പിന്നിൽ പാകിസ്ഥാനും ഇറാനും നൽകിയ ആയുധബലവും ആൾബലവും ആയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ അംഗീകരിക്കപ്പെട്ട സംഘടനയായിരുന്നു പാകിസ്ഥാൻ്റെ ചാര സംഘടനയായ ഇന്റർ സർവീസസ് ഇൻ്റലിജൻസ് അഥവാ ISI. ISIയുടെ ഏകദേശം 300ഓളം ഓഫീസർമാരാണ് ആ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നത്. ഡോക്ടർമാർ, NGOകൾ, ബിസിനസ്സുകാർ എന്നിവരുടെ വേഷമണിഞ്ഞാണ് ഇവർ രാജ്യത്ത് പ്രവർത്തിച്ചത്. പാകിസ്ഥാൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ താലിബാൻ സ്ട്രൈക്ക് യൂണിറ്റുകൾക്ക് പരിശീലനം നൽകിയിരുന്നു. താലിബാന് പാകിസ്ഥാൻ ഉപദേശകരുടെ നിർദ്ദേശവും ലഭിച്ചു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതിന് പ്രധാന കാരണമായി മാറിയത് തെഹ്രീക്ക് താലിബാൻ എന്ന താലിബാന്റെ തന്നെ ഉപസംഘടനയാണ്. പാകിസ്ഥാനിനുള്ളിൽ തന്നെ മറ്റൊരു സ്വതന്ത്ര മുസ്ലിം രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം കൂടി അവർക്ക് കൈവന്നതോടെയാണ് പാകിസ്ഥാൻ അപകടം മണത്തത്. ഇതാണ് പിന്നീടുണ്ടായ താലിബാൻ പാകിസ്ഥാൻ സംഘർഷത്തിന് പ്രഥമ കാരണമായി തീർന്നത്. ഇപ്പോൾ അതിർത്തി പ്രദേശത്ത് പാകിസ്ഥാൻ താലിബാൻ സേനകൾ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ 19 പാക് സൈനികരും 3 അഫ്ഗാനിസ്ഥാൻ സിവിലിയന്മാരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ പുലർച്ചെ 1 മണിയോടെ ആരംഭിച്ച പോരാട്ടം മണിക്കൂറുകളോളം തുടർന്നു. ഇരു സൈന്യവും രൂക്ഷമായ വെടിവയ്പ് നടത്തി. പാകിസ്ഥാൻ സേന തൊടുത്തുവിട്ട റോക്കറ്റുകൾ സാധാരണക്കാരുടെ വീടുകളിൽ പതിച്ചതായി റിപ്പോർട്ടുണ്ട്. എന്നിരുന്നാലും ഇരുവശത്തു നിന്നും ഔദ്യോഗികമായ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടൽ. ദിവസങ്ങൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലെ ബൽമാർ ജില്ലയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 46 പേരാണ് മരിച്ചത്. ഇതിനു പുറമെ അഫ്ഗാൻ അതിർത്തി സേന ഗോസ്റ്റ് പ്രവിശ്യയിലെ അലിഷിർ ജില്ലയിലെ നിരവധി പാക് സൈനിക പോസ്റ്റുകൾക്ക് തീയിട്ടു. പക്തിയയിലെ ദണ്ഡ് ഇ പട്ടാൻ ജില്ലയിലെ 2 പാകിസ്ഥാൻ പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ദണ്ഡ് ഇ പട്ടാൻ ജില്ലയിൽ പാകിസ്ഥാൻ നടത്തിയ മോട്ടോർ ഷെൽ ആക്രമണത്തിലാണ് 3 അഫ്ഗാനിസ്ഥാൻ പൗരന്മാർ കൊല്ലപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ ഇസ്ലാമാബാദും കാബൂളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുമെന്ന് കരുതിയെങ്കിലും അത് കൂടുതൽ മോശമാകുകയാണ് ചെയ്തത്. പാകിസ്ഥാനിൽ സ്വതന്ത്ര ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന തീവ്രവാദ സംഘടനയായ തെഹ്രീക്ക് ഈ താലിബാനുമായി പ്രാഥമികമായി ബന്ധമുള്ള ഭീകരാക്രമണങ്ങളിൽ വലിയ വർധനവ് വന്നിട്ടുണ്ട്. ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ റിപ്പോർട്ട് പ്രകാരം 2023-ൽ ഭീകരാക്രമണങ്ങളിൽ നിന്നുള്ള മരണനിരക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് 56% വർദ്ധിച്ചു. 500 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 1500-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. താലിബാൻ സർക്കാർ അതിർത്തി കടന്നുള്ള ഭീകരവാദം വളർത്തിയെടുക്കുകയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ശ്രമങ്ങളെയും സമാധാന ചർച്ചകളെയും കൂടുതൽ സങ്കീർണമാക്കുകയുമാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന അതിർത്തി ഏറ്റുമുട്ടലുകളും പ്രദേശത്തെ കൂടുതൽ അസ്ഥിരമാക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.